ഞാൻ ചെയ്യണ്ട. പുണ്യവുമായ പ്രീതി നടേശൻ അവറുകളാണ് ഈ സൽക്കർമ്മം നിർവഹിക്കുവാൻ എത്തിച്ചത്. അതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, SNDP യോഗത്തിലെ നേതാക്കന്മാർ, ധാരാളം ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ മംഗളകരമായ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട SNDP യോഗം നമുക്ക് പുതുതായി പണി കഴിപ്പിച്ചു നൽകിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി, SNDP യോഗം രജത ജൂബിലി സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടന മംഗളകർമ്മമാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ മഹനീയ അവസരത്തിൽ ഈ നാട്ടിലെ എല്ലാവരെയും ഈ സ്കൂൾ ഹാളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷമായി SNDP യോഗ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി, SNDP യോഗം ഇടുക്കി യൂണിയൻ സെക്രട്ടറി, സ്കൂളിന്റെ
വിചാരവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നികിസായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കുനി അകവും പുറവും ദിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദിനാവരപരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറുന്നിന്നഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ചുരുളി ചേലച്ചൂട് പ്രദേശത്തെ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനമായ SNUP ചുരുളിക്ക് പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് നൽകുന്ന അസുലഭ നിമിഷമാണിത്. ഈ വേളയിൽ നമുക്ക് ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എത്രയോ വർഷങ്ങളായി ഒരുപാട് ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകരുടെയും മുൻകാല മാനേജർമാരുടെയും ഒക്കെ പ്രയത്നത്തിന്റെ ഒരു പ്രതീകമായിരുന്ന ഈ ഒരു സ്കൂൾ കെട്ടിടം ഇത്തരത്തിൽ ഒരു പുതിയ ഭൗതിക സാഹചര്യങ്ങളുടെ ഒരു അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ കെട്ടിടമായി മാറുകയാണ്. ഈ വേളയിൽ നമ്മുടെ ഈ ജില്ലയിലെ തന്നെ അപ്പർ പ്രൈമറി തലത്തിൽ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ വിദ്യാഭ്യാസം നേടിയ ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശനങ്ങളേറ്റ സരസ്വതി ക്ഷേത്രമായ ഈ SNUP ചുരുളി ഇന്ന് പുതിയ ഒരു അസുലഭ നിമിഷത്തിന് കാഴ്ച നൽകുന്ന ഒരു അവസരമാണ് വന്നു ചേരുന്നത്. ഇനിയും ഒത്തിരി പ്രതിഭകളെയും ഇതുപോലെ തന്നെ ഒത്തിരി പ്രതിഭകളെ വാർത്തെടുത്ത ഈ വിദ്യാലയത്തിന് ഇനിയും ഒത്തിരി പ്രതിഭകളെ നൽകുവാനുള്ള അവസരങ്ങൾ നൽകാൻ ഈ പുതിയ മന്ദിരം ഉദ്ഘാടനത്തിലൂടെ പുതിയ കാൽവയ്പാണ് ആയിത്തീരുന്നത്. കരുത്തുള്ള മാനേജ്മെന്റിന്റെ പരിരക്ഷയും ഉത്തരവാദിത്ത ബോധമുള്ള അധ്യാപകർ, കൂട്ടായ്മയുള്ള PTA MPTA പ്രവർത്തനങ്ങൾ, ഒരു വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ എല്ലാ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ പ്രകൃതി രമണീയമായ ദേശീയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ചുരുളി SNUP സ്കൂൾ. ഇന്ന് പുതിയ കെട്ടിലും മട്ടിലും ഭാവത്തിലും നിൽക്കുമ്പോൾ നമുക്കൊരു പുതിയ പ്രതീക്ഷ കൂടിയാണ്. ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി അവസരം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇത് മാറട്ടെ എന്നതിനുള്ള ഒരു പ്രത്യാശ കൂടിയാണിത്. ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ കാലാന്തരമായ ഒരു വ്യത്യാസം ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒത്തിരി മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റും ചെന്ന് നമ്മുടെ യോഗത്തിൽ ഇത് അറിയിക്കുകയും യോഗത്തിൽ നിന്ന് നമ്മുടെ യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി യോഗം ജനറൽ സെക്രട്ടറിയോട് ഈ കാര്യം ബോധിപ്പിക്കുകയും ഉണ്ടായി. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജനറൽ സെക്രട്ടറി ഈ ഒരു പ്രദേശത്തിന് ഇത്തരം ഒരു ബിൽഡിംഗ് നല്ല മികവുറ്റ ഒരു ബിൽഡിംഗ് ആവശ്യമാണെന്നതിന്റെ അനിവാര്യത ബോധ്യപ്പെടുകയും അതിനനുസരിതമായ ഒരു പുതിയ കെട്ടിടം എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളോടും കൂടി സ്മാർട്ട് ക്ലാസ് റൂം ആയിക്കോട്ടെ എല്ലാവിധ ഒന്നിലും ഒരു കുറവ് നൽകാത്ത രീതിയിലുള്ള ഒരു കെട്ടിടം അദ്ദേഹം സിൽവർ ജൂബിലി കെട്ടിടം എന്ന നിലയിൽ രൂപീകരിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ അനുഗ്രഹിച്ചു നൽകുകയുണ്ടായി. ഈ അവസരത്തിൽ നമുക്ക് ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി വെള്ളാപ്പള്ളി സാറിനോട് ഇതിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുകയും നമ്മുടെ യോഗം വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഇതിനുള്ള തറക്കല്ലിടൽ ഈ കെട്ടിടത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ കെട്ടിട നിർമ്മാണ പൂർത്തീകരണങ്ങൾ എല്ലാം വിലയിരുത്തുകയും എല്ലാം തദവസരത്തിൽ തന്നെ മുന്നേറുന്നത് വിലയിരുത്തുകയും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ഈ ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേരാൻ അവസരം ലഭിക്കാതെ നമുക്ക് അദ്ദേഹത്തിന്റെ കീഴിൽ ഉദ്ഘാടനം നടക്കുവാനുള്ള ഒരു അവസരം ലഭിക്കാതെ പോയി. ഈ അവസരത്തിൽ അദ്ദേഹത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു വേളയിൽ ഇനിയും ഇത്തരം
ഈ ഒരു പ്രകൃതി രമണീയമായ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ ഉന്നമനവും കൂടുതൽ വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ലഭിക്കുവാനുള്ള ഒരു പ്രതീക്ഷയായി ഇനിയും അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടെ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഇതിനായി ആദ്യമായി നമ്മുടെ യോഗം അധ്യക്ഷൻ ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത്, ഇദ്ദേഹം 25 വർഷമായി യൂണിയൻ സെക്രട്ടറിയായി യൂണിയൻ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും മുന്നേറ്റം ഏകോപനം എന്താണ് എന്ന് കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന് ഇത്തരമൊരു ഭൗതികമായ ഒരു മുന്നേറ്റവും ഈ പ്രദേശത്ത് തന്നെ നല്ല മികച്ചതായ ഒരു വിദ്യാലയം ഉയർന്നു വരാനുള്ള ഒരു അവസരം നൽകുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. അദ്ദേഹം ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിച്ചുകൊണ്ടും ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് വേണ്ടതായ എന്തെല്ലാമാണോ ആവശ്യമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ അവസരങ്ങളിലും അദ്ദേഹം അത് വേണ്ട നിർദ്ദേശം നൽകുകയും അത് നമുക്ക് നിർവഹിച്ചു തരികയും ചെയ്തു. സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും യൂണിയൻ യോഗം പ്രവർത്തനങ്ങളിലും എല്ലാത്തിലും അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ തദത് അവസരങ്ങളിൽ നിർവഹിക്കുകയുണ്ടായി. ഇതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമ്മുടെ ഈ സ്കൂൾ മന്ദിരം. അടുത്തതായി നമ്മുടെ യോഗാധ്യക്ഷൻ സുരേഷ് കോട്ടക അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടക ശ്രീമതി പ്രീതി നടേശൻ. പ്രീതി അമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മുന്നേറ്റത്തിന് സ്ത്രീകൾ പിന്നിൽ നിൽക്കേണ്ടവരല്ല എന്ന് ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി അവരുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്കും ഒപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാത്തിലും അവർക്ക് വേണ്ട സപ്പോർട്ട്, ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയും, അതിന്റെ എല്ലാവിധ അന്വർത്ഥത്തിന്റെയും മൂർത്തിഭാവമാണ് ശ്രീമതി പ്രീതി നടേശൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരുവിധം പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തുകയും അതിലേക്ക് ആഴ്ന്നിറങ്ങി പോവുകയും ഒത്തിരി പ്രദേശങ്ങളിൽ അതിൻ്റെതായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുകയും അതിനെല്ലാം സ്ത്രീകളുടെ അടിച്ചമർത്തലുകൾക്കെതിരെയായും എന്തെല്ലാം രീതിയിലാണ് അവർക്ക് മുന്നേറ്റം വേണ്ടത്, വിദ്യാഭ്യാസപരമായ രീതിയിലായിക്കോട്ടെ, സ്ത്രീകളുടെ ദുഃഖങ്ങൾക്കായിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടതായ എല്ലാവിധ സപ്പോർട്ടുകളും എന്താണ് പ്രശ്നങ്ങളെന്ന് പരിഹരിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഇടപെടലുകളും കാഴ്ചവെച്ചുകൊണ്ട് ശ്രീമതി പ്രീതി നടേശൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രീതിയമ്മ, ആദരണീയായ പ്രീതിയമ്മയ്ക്ക് ഈ ഒരു സൽക്കർമ്മത്തിന് ഉദ്ഘാടക കർമ്മം നിർവഹിക്കുവാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് നമ്മൾ കൂടി ധന്യമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ SNDP യോഗം ട്രസ്റ്റ് ഡയറക്ടർ ശ്രീമതി പ്രീതി നടേശൻ അവരെ സ്വാഗതം ചെയ്യുന്നു. യോഗം മുഖ്യപ്രഭാഷകനായ ശ്രീ KT ബിനു, ബഹുമാനപ്പെട്ട നമ്മുടെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ബിനു അവർ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അവർണ്ണനീയമായ രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന് ജനപ്രതിനിധി എന്ന എല്ലാവിധ അർത്ഥവും അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ KT ബിനു. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ ഉദ്ഘാടന സന്ദേശം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ P രാജൻ അവർ, അദ്ദേഹം എപ്പോഴും സൗമ്യമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഇപ്പോഴും മിതമായ
ഭാഷണത്തോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറുകയും എന്നാൽ വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുകയും വേണ്ടതായ ഉപദേശങ്ങൾ നമ്മുടെ മുന്നോട്ട് പോകുവാനുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഉപദേശങ്ങൾ നമുക്ക് എന്നും നേർവഴി നൽകിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ SNDP യോഗം സ്കൂൾസ് വിദ്യാഭ്യാസ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീ CP സുദർശനൻ സാർ. സുദർശനൻ സാർ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം നെടുന്തൂണാണ്. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കുവാനായി ഇതിന്റെ എല്ലാം വിശ്വസ്തത നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ചിരിക്കുന്നത് സുദർശൻ സാറിലാണ്. അദ്ദേഹം വർഷങ്ങളോളമായി അദ്ദേഹത്തിൻ്റെതായ എല്ലാവിധ അറിവുകളും എല്ലാവിധ നീതിന്യായ വ്യവസ്ഥകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിക്ക് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാതും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാം ഒരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയാതെയില്ല എന്നതും ഞാനിവിടെ ഓർക്കുകയാണ്. കാരണം ഞാൻ 18 വർഷമായി സർവീസിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ജില്ലയിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ഓരോ നിർദ്ദേശങ്ങളും പാലിച്ചു വരാൻ നമുക്ക് എല്ലാ സ്ഥാപനങ്ങൾക്കും സ്ഥാപന മേധാവികൾക്കും സ്റ്റാഫിനും ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക രീതിയാണ് അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവം തന്നെ. അതിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കാനുള്ള ഒരു അവസ്ഥ പോലും ആ സ്ഥാപനങ്ങൾക്ക് എല്ലാം മികവിലേക്ക് എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് സുദർശൻ സാറിനുള്ളത്. സുദർശൻ സാറിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നമ്മളും ഇവിടെ ഈ സ്കൂളിൽ ഒത്തിരി കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിജയിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ശ്രീ സുദർശനൻ സാർ അവരുടെ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ യോഗത്തിന് മുഖ്യ സന്ദേശം നൽകുന്ന നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ആനിയമ്മ ജോർജ് AEO, നമ്മുടെ സബ് ജില്ലയിലെ അടിമാലി സബ് ജില്ലയിലെ മാഡം അടിമാലി സബ് ജില്ലയിലേക്ക് AEO ആയി വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആകുന്നുള്ളൂ. എന്നിരുന്നാലും ഈ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിൽ എല്ലാ സ്കൂളിലെയും നേതൃത്വം നൽകിക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങളെയും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് വിലയിരുത്തുകയും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നൽകിക്കൊണ്ട് മേഡം ശരിയായ രീതിയിൽ തന്നെയാണ് അടിമാലി സബ് ജില്ലയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ അവസരത്തിൽ ശ്രീമതി ആനിയമ്മ ജോർജ് അവരുടെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി ചന്ദ്രൻ. വളരെ കുറച്ചു നാളത്തെ പരിചയമേ ഉള്ളുവെങ്കിലും ശ്രീമതി രാജി ചന്ദ്രന്റെ ഇടപെടലുകളും രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളും മുന്നേറ്റവും ബ്ലോക്ക് തലത്തിലുള്ള കൂടുതൽ ജനങ്ങളിലേക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നിറവേറ്റി നൽകുന്നതിന് ശ്രീമതി രാജി ചന്ദ്രൻ നൽകുന്ന നേതൃത്വം ഇടപെടലുകൾ എല്ലാം പ്രശംസനീയമാണ്. ശ്രീമതി രാജി ചന്ദ്രനെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവറുകൾ സ്കൂളിന് വേണ്ടി എന്നും എപ്പോഴും എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കൂളിന് സാധ്യമാക്കി നൽകുന്നതിന് അദ്ദേഹം എന്നും പ്രത്യേകം ശ്രദ്ധ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ എല്ലാവിധ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമൂഹികപരമായ എല്ലാ ഇടപെടലുകളും ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ പ്രയത്നങ്ങളെല്ലാം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിന് ഒരുപാട് ഗുണം നൽകുകയും ഒരുപാട് ജനങ്ങൾക്ക് അതിനുള്ള ഉപകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ശ്രീ ജോർജ് ജോസഫ് അവർക്ക് ഞാൻ പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. SNDP യോഗം ഇടുക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ KV സെൽവം അവർക്ക് ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. SNDP യോഗം ഡയറക്ടർ CP ഉണ്ണി, നമ്മുടെ SB കഞ്ഞിക്കുഴി പ്രസിഡന്റ് ശ്രീമതി ലിസി ജോസ്,
സാമൂഹിക രംഗത്തെ മേഡത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം പ്രശംസനീയമാണ്. മേഡത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ സർവ്വവിധ ഉന്നമനത്തിനും എന്നും എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന ശ്രീ PK മോഹൻദാസ് അവർ, പെൻഷനേഴ്സ് ഫോറം ചെയർമാൻ, ഇദ്ദേഹത്തിന്റെ ഓരോ കോൺട്രിബ്യൂഷനും സ്കൂളിന്റെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ചെയ്യുന്ന ഓരോവിധ സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ, സഹകരണങ്ങൾ അദ്ദേഹത്തെ പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം സ്കൂളിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഓരോ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നൽകിയിട്ടുള്ള ഓരോവിധ കോൺട്രിബ്യൂഷനും, അദ്ദേഹം നൽകുന്ന സംഭാവനകൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ നിർദ്ദേശങ്ങളും, അദ്ദേഹത്തിന്റെ ജീവിത സമ്പത്ത്, അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം എല്ലാം നൽകിക്കൊണ്ടാണ് നമുക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒപ്പം എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നതും. ശ്രീ PK മോഹൻദാസ് സാറിനെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിറ്റ് ജോഷി നമ്മുടെ വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പർ ഈ സ്കൂളിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ പ്രൊജക്ടുകളും ലഭ്യമാക്കിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാറുണ്ട്. ശ്രീമതി അനിറ്റ് ജോഷിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP ശാഖ SNDP യോഗം ഇടുക്കി യൂണിയൻ കൗൺസിലർ ശ്രീ അനീഷ് പച്ചിലാകുന്നേലിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP ശാഖ ചുരുളി പ്രസിഡന്റ് ശ്രീ കലേഷ് രാജു വിരുപ്പി, ഈ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണത്തിൽ ഈ സ്കൂളിന്റെ മുൻ PTA പ്രസിഡന്റും ഈ സ്കൂളിലേക്ക് മികച്ച PTA അവാർഡ് നേടിത്തന്ന PTA പ്രസിഡന്റുമായ ശ്രീ കലേഷ് രാജു വിരിപ്പിന്റെ ഈ സ്കൂളിന് വേണ്ടിയുള്ള ഓരോ പ്രയത്നവും, ഓരോ നിർദ്ദേശവും, ഓരോ കഠിനമായ പ്രയത്നവും, സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. SNDP ശാഖ ചുരുളി സെക്രട്ടറി ശ്രീ ഷൺമുഖദാസ് MN, സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിനും എപ്പോഴും സ്റ്റാഫിന്റെയും PTA NPT അംഗങ്ങളുടെയും ഒക്കെ ഒപ്പം എപ്പോഴും നിൽക്കുന്ന ശ്രീ ഷൺമുഖദാസ് MN അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP ശാഖ കീരിത്തോട് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കടമനാഥ്, അദ്ദേഹത്തിനെ ഈ ഉദ്ഘാടന യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ PG മണിക്കുട്ടൻ അവർ, സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇത്രയും സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം, അധ്യാപകർക്കും കുട്ടികൾക്കും സ്കൂളിന് തന്നെ ഏറ്റവും മുതൽക്കൂട്ടായ ഒരു PTA പ്രസിഡന്റാണ് ശ്രീ PG മണിക്കുട്ടൻ അവർ. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. SNUP സ്കൂളിന്റെ NPTA ചെയർപേഴ്സൺ ശ്രീമതി ശശികല സന്തോഷ്, എപ്പോഴും സജീവമായ സാന്നിധ്യത്തിലൂടെ ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടതായ എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ട് നൽകി സ്കൂളിനെ വിജയത്തിലേക്ക് എത്താൻ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ശശികല സന്തോഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സജി പോൾ, PTA വൈസ് പ്രസിഡന്റ് SNUP സ്കൂൾ ചുരുളി, ഇദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവം, സ്കൂളിന് വേണ്ടി എപ്പോഴും നിലകൊള്ളുക എന്നത് ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഓരോ സമയവും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ VS പ്രകാശ്, സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും സ്കൂളിന് വേണ്ടി ഏത് സമയവും ലഭ്യമായ ഒരു പ്രവർത്തനങ്ങളിൽ കൂടി സജ്ജമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 33 വർഷത്തിലും ഉപരിയായുള്ള സേവനവും ഇതേ സ്കൂളിൽ തന്നെ സേവനമനുഷ്ഠിച്ചുകൊണ്ട് സ്കൂളിനെ ഒരുപാട് മുന്നോട്ട് നയിക്കാൻ, ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത, സ്കൂളിന് വേണ്ടി ഏത് നിമിഷവും പ്രയത്നിക്കാൻ പ്രവർത്തനത്തിന് സജ്ജമായി നിൽക്കുന്ന ശ്രീ VS പ്രകാശ് അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു. ഏവർക്കും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുൻകാല PTA NPTA അതുപോലെ തന്നെ ഈ നാട്ടിലെ
ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഈ നാട്ടുകാർക്കും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഏവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹനിധിയായ പ്രീതിയമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം ഏറെ ശ്രദ്ധേയമാകുന്നു. ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും താല്പര്യവും ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയത്തിന് ഒരു പുതിയ കെട്ടിട സമുച്ചയം പൂർത്തീകരിച്ച് നൽകിയപ്പോൾ SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്ന് ആവശ്യമായ പണം അനുവദിക്കുന്നത് ഏറെ ശ്രദ്ധ ചെലുത്തിയ തുഷാർജിയുടെ സാന്നിധ്യമാണ് ആഗ്രഹിച്ചത്. ഗുരുനിയോഗം പോലെ ഒരു പുണ്യം പോലെ SNDP യോഗത്തിൻ്റെ കാവൽ വിളക്കായി യോഗത്തിൻ്റെ നന്മയായി നമ്മളോടൊപ്പമുള്ള പ്രീതിയമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. വേദിയിലുള്ള ഉന്നതരായ മുഴുവൻ നേതാക്കന്മാരുടെയും പേരുകൾ സ്വാഗത പ്രാസംഗിക പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി. ഈ യോഗത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സ്കൂള് സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ചുരുളിയിലെ 1754 നമ്പർ SNDP യോഗം ശാഖയുടെ ശ്രമഫലമാണ് ഹൈറേഞ്ചിൽ നമുക്ക് ആരംഭിക്കുവാൻ സാധിച്ച സ്ഥാപനമാണ്. പിന്നീട് SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് സ്കൂൾ നൽകുകയും പണ്ടൊക്കെ ധാരാളമായി കുട്ടികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ കുത്തൊഴുക്കുമെല്ലാം സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തെയൊക്കെ ബാധിച്ചു. എന്നാലും ഹൈറേഞ്ചിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ അപ്പർ പ്രൈമറി തലത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്വദേശത്തും വിദേശത്തും നല്ല ഉദ്യോഗങ്ങളിൽ നല്ല സ്വഭാവശുദ്ധിയുള്ള ഈശ്വരഭക്തിയുള്ള അച്ഛനമ്മമാരെ തൊഴിൽ ചെയ്ത് സംരക്ഷിക്കുന്ന കുരുന്നുകളെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ഈ സ്ഥാപനത്തിന് സാധിച്ചുള്ളൂ. ഇന്ന് ഈ സ്ഥാപനം ശ്രദ്ധേയമാകുന്നത് ഈ സ്കൂളിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും അവരുടെ അച്ഛനമ്മമാർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ മേന്മയും നന്മയും തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. വെള്ളാപ്പള്ളി സാറ് സ്കൂളിൻ്റെ മാനേജറായതിനു ശേഷം ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഭൗതിക സാഹചര്യങ്ങളിലുള്ള കുറവുകൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകുവാൻ തീരുമാനിക്കുകയും 75 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിലാണ് കാര്യങ്ങൾ ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ 1 കോടി രൂപ അടുത്ത് വരികയാണ്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കുട്ടികളുടെ എണ്ണവും ഡിവിഷനുമൊക്കെ സാധിക്കുന്ന തരത്തിൽ കൂട്ടണമെന്ന് മാത്രമാണ് നിർദ്ദേശിച്ചത്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സുദർശൻ സാറിനെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതരായ ആളുകളുടെ ശ്രദ്ധയും മേൽനോട്ടവുമെല്ലാം SNDP യോഗത്തിൻ്റെ സ്ഥാപനങ്ങളെ മികവുറ്റതാക്കുന്നു. തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെയും നാളുകളിലുള്ള മുന്നോട്ട് പോക്കിൽ എല്ലാവരുടെയും ശ്രദ്ധയും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. EN പ്രഭാകരൻ ഇളംപുരയിടത്തിൽ ആൽപ്പാറ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മാനേജറായിട്ടാണ് നമ്മൾ സ്കൂൾ ആരംഭിക്കുന്നത്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കും. ശ്രീ EN പ്രഭാകരൻ, ശ്രീ KT ശശിധരൻ, ശ്രീ ഗോപി കളരിക്കൽ തുടങ്ങിയ ഒരുപിടി ആളുകൾ ഇന്ന് പൊതുരംഗത്തും SNDP യോഗ പ്രവർത്തന രംഗത്തും സ്കൂളിൻ്റെ കാര്യങ്ങളിലുമെല്ലാം പൂവിരിച്ച പാതയിലൂടെയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. നല്ല വഴിയില്ലാത്ത, വാഹനമില്ലാത്ത, 3 നേരവും ഭക്ഷണം കഴിക്കാൻ നല്ല സാഹചര്യമില്ലായിരുന്ന ഹൈറേഞ്ചിൻ്റെ കഷ്ടപ്പാടിൻ്റെ ദുരിതത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അന്ന് ഈ സ്കൂൾ പണിയുന്നതിന് മണ്ണ് ചുമന്നും കല്ല് ചുമന്നും പട്ടിണി സഹിച്ചുമല്ല ഈ സ്കൂളിനെ ആരംഭ കാലഘട്ടത്തിൽ നന്മയോടെ പ്രവർത്തിച്ച മുതിർന്ന എല്ലാ നേതാക്കന്മാരെയും ഈ സ്കൂളിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ നല്ല അധ്യാപകരെയും മുൻ മാനേജർമാരെയെല്ലാം ധന്യമായ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. നമുക്ക് വളരെയധികം സമയം താമസിച്ചാണ് തുടങ്ങുവാൻ സാധിച്ചത്. പ്രീതിയമ്മ
150ഓളം കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് ആണ് എത്തിയത്. ഇനിയും അത്രയും കിലോമീറ്റർ തിരിച്ചു പോകണം. സന്ധ്യയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കണം എന്നാണ് പറഞ്ഞത്. അതിനോടെല്ലാം നീതി പുലർത്തുന്നതിന് ഒത്തിരി പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാനതിൽ നിന്നെല്ലാം പിന്മാറുന്നു. എൻ്റെ ഗ്രാമത്തിലെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് മുഖാമുഖം കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ധാരാളം അവസരം ഇനിയും ഉള്ളതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വേദിയിലുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും പേരുകൾ പറഞ്ഞതായി കണക്കാക്കണം. സമയ ക്ലിപ്തതയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തോടൊപ്പം നിങ്ങളുടെ എല്ലാം മനസ്സിൽ നിന്ന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, 5 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള SNDP യോഗം ചുരുളി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. ഈ നാടിന്റെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സ്കൂൾ മന്ദിരം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമുക്കൊപ്പം നിന്നത് സമാദരണീയനായ SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അവர்களാണ്. SNDP യോഗം കോർപ്പറേറ്റ് മാനേജ്മെന്റ് മുഖാന്തരം അനുമതിയും ഫണ്ടും പ്രാബല്യത്തിലാക്കി തന്നത് അദ്ദേഹമാണ്. നമ്മുടെ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്നത് തുഷാർജിയാണ്. അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്കുകളും ഡൽഹി സന്ദർശനവും മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. നാടിനായി ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് ആദരണീയയായ പ്രീതി നടേശൻ അവர்களാണ്. SN ട്രസ്റ്റ് ഡയറക്ടർ, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പ്രിയ പത്നി, കാരുണ്യത്തിന്റെയും കൈപുണ്യത്തിന്റെയും കെടാവിളക്ക് പ്രിയപ്പെട്ട പ്രീതിയമ്മയെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രജത ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ആനിയമ്മ ജോർജ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹമുള്ളവരെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല. സ്വാഗത പ്രാസംഗിക എല്ലാവരെയും പേരെടുത്ത് സ്വാഗതം ആശംസിച്ചിട്ടുണ്ട്. അവിചാരിതമായി എനിക്ക് ലഭിച്ച ഒരു കർമ്മമാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നടത്തുന്നത്. അത് ഗുരുദേവ കൃപയാൽ എനിക്ക് ലഭിച്ചെന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ മകനാണ് തുഷാർ. അവൻ ഇന്നലെ ഇതേ സമയത്താണ് എന്നോട് വിളിച്ച് പറയുന്നത്, അമ്മ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം, ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ. തുഷാറിനും അറിയാം എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ വയ്യ. വളരെ ദീർഘമായി തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും വേദിയിൽ നിരവധി ആളുകൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ദീർഘമായൊരു സംവാദത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ
ഇതുപോലെ മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കുവാനും കാര്യങ്ങൾ ചോദിക്കുവാനും വീട്ടുകാര്യങ്ങൾ പറയുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഈ കേരളം ഇന്ന് കാണുന്ന ഇത്രയും മനോഹരവും ജാതി വ്യവസ്ഥയും തുടച്ചു നീക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച കേരളത്തിലെ മഹത് വ്യക്തികളിലൊന്നായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരനാശാനും. മറ്റൊരാൾ കേരളത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ ഇത് മനുഷ്യരാണോ പ്രാന്താലയമാണ് എന്ന് പറഞ്ഞിട്ട് പോയ നാടാണ് കേരളം. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജാതിയുടെ പേരിൽ അനുഭവിച്ചിരുന്ന ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായിരുന്നു കേരളം. ആ കേരളത്തെ ഇതുപോലെയാക്കി മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുവാനും മനുഷ്യരെ സ്നേഹം വളർത്തുവാനുമെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ധീരയോദ്ധാക്കളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു ഗുരുദേവൻ. ഇപ്പം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോയി മലയാളികൾ പഠിക്കുന്നു, ജോലിയെടുക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, അവിടുത്തെ പൗരത്വമായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഓരോ പ്രദേശത്ത് ചെന്നാൽ ഒരു ഗ്രാമത്തിൽ ഒരു 500 വീടുണ്ടെങ്കിൽ അതിനകത്ത് 50-100 വീട്ടിലെയും കുട്ടികൾ വിദേശത്താണ്, അമേരിക്കയിലോ ഫ്രാൻസിലോ ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലോ ഇത് ജീവിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുക്കിയത് ഈ മഹത് വ്യക്തികളാണ്. ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് പ്രവർത്തനത്തെ തുടർന്ന് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ നിന്നും 10 ലക്ഷം കുട്ടികളാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസം നേടി കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് TCയുമായി വന്നിട്ടുള്ളത്. ഇവിടെ 1000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 10, 50, 75 വർഷം പഴക്കമുള്ള സ്കൂളുകൾ പൊളിച്ച് 10 കോടിയും 15 കോടിയും 20 കോടിയും രൂപ മുടക്കി ആധുനിക സമൂഹത്തിലെ കുട്ടികൾക്ക് പഠിക്കുവാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി സ്മാർട്ട് ക്ലാസ്സുകളും സ്മാർട്ട് സ്കൂളുകളും ഗവൺമെൻറ് നിർമ്മിക്കുകയാണ്. ആകെ 40 ലക്ഷം കുട്ടികൾ സംസ്ഥാന സർക്കാരിൻ്റെ സ്കൂളുകളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലം ഉപേക്ഷിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് എടുത്ത ധീരമായ നിലപാടിനെ തുടർന്ന് 10 ലക്ഷം കുട്ടികളാണ് സ്വകാര്യ സ്കൂളിൽ നിന്നും TCയുമായി തിരികെ സർക്കാർ സ്കൂളിലേക്ക് വന്ന് പഠിക്കുന്നത്. അവ സ്വാഭാവികമായും വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് എത്ര കണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ ഗവൺമെൻറ് പോകുന്നതെങ്കിലും കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും രക്ഷപ്പെടുത്തുവാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിലൂടെ നമ്മുടെ മക്കൾക്ക് വിദേശത്ത് പോയി ജോലി നേടുവാനും പണം സമ്പാദിക്കുവാനും ഇങ്ങോട്ട് കൊണ്ടുവരാനും അവിടെ ജീവിക്കുവാനുമുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്കും ഈ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതിക്കും വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കണം, ഒരുമിച്ച് ഇറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നിവേദനം തന്നിട്ടുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കൂടി അനുവദനീയമായ രീതിയിൽ ആ കാര്യം ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ആശംസകളും അറിയിക്കുന്നു. രാഷ്ട്രീയ പൊതുരംഗത്തെ നിറസാന്നിധ്യം, വാക്കിലും പ്രവൃത്തിയിലും കർമ്മ നൈപുണ്യവും നിശ്ചയദാർഢ്യവും നിറഞ്ഞ പ്രവർത്തനം. SNDP യോഗം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് ശ്രീ P. രാജൻ അവർകളെ ഉദ്ഘാടന സന്ദേശം നൽകുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ധന്യമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമുക്ക് ഒട്ടും പ്രിയങ്കരനായ ശ്രീ സുരേഷ് കൊട്ടക്കകത്ത്, ശ്രീമതി പ്രീതി നടേശൻ അവറുകൾ, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയരായ പ്രസിഡന്റുമാർ, സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാർ, സന്ദേശമെല്ലാം പ്രീതിയമ്മ ഇവിടെ തന്നു കഴിഞ്ഞു. അതിന് മുകളിലേക്കൊരു സന്ദേശം ഒന്നും തരുവാനില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവരുടെ മനസ്സറിഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സുദർശനൻ സാർ യോഗത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി CP സുദർശൻ അവരുടെ വിദ്യാഭ്യാസ സന്ദേശം നൽകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട അതിഥികളെ, പ്രിയമുള്ള ശ്രോതാക്കളെ, രക്ഷകർത്താക്കളെ, ഇത് ഹൗളി ചെയ്യിക്കാതെ മൈക്ക്. ഏവർക്കും നമസ്കാരം. ഞാൻ ഈ വേദിയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തികഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഒരു 7 വർഷം മുമ്പ് ഞാൻ ഈ സ്കൂളിൽ ആദ്യമായി വന്നപ്പോൾ കണ്ട കാഴ്ചയും അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ളൊരു താരതമ്യ പഠനം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. രണ്ടും കണ്ടവർക്കല്ലേ പഴയതിൻ്റെയും പുതിയതിൻ്റെയും മെച്ചവും മേന്മയും മനസ്സിലാകുകയുള്ളൂ. ഇന്നിപ്പോൾ സ്കൂളിൻ്റെ മുഖമാകെ മാറിക്കഴിഞ്ഞു. എല്ലാ മുഖവും മാറി. മറ്റതിവിടെ ഒരു പഴയ കെട്ടിടം ഏതാണ്ട് ആൾമോസ്റ്റ് ഇടിഞ്ഞു വീഴത്തക്ക രീതിയിൽ മേൽക്കൂട് തകർന്ന് ഏത് നിമിഷവും തലയിൽ കുട്ടികളുടെ വീഴത്തക്ക രീതിയിലിരുന്ന കെട്ടിടത്തിൻ്റെ സ്ഥാനത്താണ് ഇന്നീ കാണുന്ന ബലമുള്ള ഓടിട്ട കെട്ടിടങ്ങളും പുതിയ വാർത്ത കെട്ടിടവും ഒക്കെ വന്നു. അപ്പോൾ അതിന് ഇടയായത് നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി കാണിച്ച സന്മനസ്സാണ്. ഞാൻ ഇവിടുന്ന് നിലയിൽ സമ്മാനം മേടിക്കാനായിട്ട് മുഖ്യ പരിശീലനം കൊടുക്കുന്നത് ധന്യയ്ക്ക് മാത്രമല്ല. ഹെഡ് മിസ്ട്രസ് ഉണ്ട്, ഹെഡ് മിസ്ട്രസ്, അതുപോലെ തന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകർ, അവരുടെയൊക്കെ പങ്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അർപ്പണ ബോധത്തോടു കൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വലിയ വമ്പൻ സ്കൂളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് കുട്ടികളുള്ള ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നമുക്ക് ഈ നിലയിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകൾ വികസിപ്പിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ? പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കലല്ല വിദ്യാഭ്യാസം. നമ്മുടെ ഇപ്പോഴത്തെ പൊതുസങ്കല്പം അതാണല്ലോ. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവൻ മിടുക്കൻ ആണോ? അല്ല. മധുസൂദനൻ നായരുടെ ഒരു കവിതയുണ്ട്. അദ്ദേഹം ആ കവിതയിൽ പറയുന്നത് എല്ലാരും കയറി തന്നെ നമുക്ക് ഇവിടെ എല്ലാരും പൊറോട്ട ഇവിടെ വയ്ക്കുന്നു.